ഞാൻ തൊൽഹത്ത്, റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്ക് സംശയമുള്ളൊരു വിഷയമാണ്, ഏത് വാഹനം, പുതിയ വാഹനം ഏതെടുക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസാണ് ഞാൻ തരുന്നത്. ഏത് വണ്ടിയാണ് എനിക്ക് ഏറ്റവും അത് യോജിക്കുക എന്നുള്ളത്. അപ്പോൾ 350 സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. ജെ സീരീസ് പ്ലാറ്റ്ഫോം വരുന്ന പുതിയ വണ്ടി എടുക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ പല ആളുകളും ഒരു ബുള്ളറ്റ് എന്ന വാഹനം ഒരു സ്വപ്ന വാഹനമായിട്ട് തന്നെയാണ് മിക്കവാറും ആളുകൾ കാണുന്നത്. അതിപ്പം ഏതൊരു ബ്രാൻഡ് അതിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വന്നാലും എന്തൊക്കെ പോരായ്മകൾ അതിന് എടുത്ത് പറഞ്ഞാലും റോയൽ എൻഫീൽഡ് എന്ന ഒരു ബ്രാൻഡിൽപ്പെട്ട ബുള്ളറ്റ് എന്ന ഒരു വാഹനം എല്ലാവരും സ്വപ്ന വാഹനം തന്നെയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡ് അത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വാസ്തവം തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ക്ലാസ് വണ്ടി എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് തന്നെയാണ്. 350 cc വരുന്ന ഒരു ബുള്ളറ്റ് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് പഴയ കാലത്ത്. അത് ഇന്നും നിലനിൽക്കുന്നൊരു വസ്തു തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും വേറെ ഏതൊരു വാഹനം വന്നു കഴിഞ്ഞാലും ഇതിനെന്തൊക്കെ പോരായ്മ ഉണ്ട്, പാട്ട വണ്ടിയാണ്, അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്ത് പറഞ്ഞാലും റോയൽ എൻഫീൽഡ് ഇപ്പോഴും അതിൻ്റേതായ ഒരു ഫാൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ഒരു പുതിയൊരു തലമുറ ആളുകളോട് ചോദിച്ചാൽ അവർ അടുത്ത ആഗ്രഹം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ടത്. അപ്പം അതിൽപ്പെടുന്ന വാഹനങ്ങൾ ഇപ്പം ഏറ്റവും കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നൊരു വാഹനമാണ് ഹണ്ടർ എന്ന് പറഞ്ഞത്. അപ്പം ബഡ്ജറ്റാണ് ആദ്യമായിട്ട് നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നോക്കാറുള്ളത്. അപ്പോൾ ടൈറ്റ് ബഡ്ജറ്റിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഏറ്റവും അധികം യോജിക്കുന്ന വാഹനം എന്നുള്ളത് ഹണ്ടറാണ്. ഹണ്ടർ എന്ന് പറഞ്ഞ വണ്ടി ചുരുക്കി പറഞ്ഞാൽ ഒരു യങ്സ്റ്റേഴ്സിന് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ, അതായത് ഒരു സ്പോർട്ടി രീതിയിൽ വണ്ടി ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഹണ്ടർ. യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ ഇറക്കിയത്. അത് തണ്ടർബേർഡ് എക്സ് ആയിരുന്നു ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നത്. പിന്നെയാണ് ഹണ്ടർ വന്നത്. അപ്പോൾ ഹണ്ടർ എന്നുള്ളത് യുവാക്കളെ ആകർഷിക്കുന്നൊരു വാഹനമാണ്, യുവാക്കൾക്ക് പറ്റിയൊരു വാഹനമാണ്. കുറച്ചുകൂടി മെച്യൂർഡായിട്ടുള്ള ആളുകൾക്ക് പറ്റിയ വാഹനമാണോ എന്ന് ചോദിച്ചാൽ, മെച്യൂർഡ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, കുറച്ച് പ്രായമായ ആളുകൾക്ക് പറ്റിയ വാഹനമാണോ എന്ന് ചോദിച്ചാൽ ചെറിയ ഓട്ടത്തിനൊക്കെ കുഴപ്പമൊന്നുമില്ല. ലോങ് റൈഡിന് അത്ര പറ്റിയൊരു വണ്ടി എന്ന് ഹണ്ടറിനെ പറയില്ല. എന്നാലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അത്ര ലോങ്ങിന് പറ്റാത്ത വണ്ടിയൊന്നുമല്ല. റോയൽ എൻഫീൽഡ് സെഗ്മെൻറ്റിൽ ഏറ്റവും അതിനേക്കാളും പറ്റിയ വണ്ടി വേറെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹണ്ടർ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹണ്ടർ തീരെ ലോങ് റൈഡിന് പറ്റാത്ത വണ്ടി ഒന്നൊന്നല്ല. പിന്നെ ചില ആളുകൾ ചില താല്പര്യം കൊണ്ട് പിന്നെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള യാതൊരു പ്രശ്നവും മൈൻഡ് ചെയ്യാതെ വണ്ടി ഓട്ടുന്ന ആളുകളുണ്ടല്ലോ. അതിപ്പോൾ ആ ഒരു ക്രേസിൽ ഏത് വണ്ടി എടുത്തിട്ട് നമുക്ക് ലോങ് പോവാം. അപ്പോൾ റിലാക്സിങ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പൊസിഷനിലുള്ള ഒരു ഇതല്ല ഹണ്ടർ എന്നുള്ളതുകൊണ്ട് ഹണ്ടർ എപ്പോഴും ഒരു സിറ്റിയിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ പുതിയ വാഹനം കുറച്ചുകൂടി ഒരു പിന്നെ ഹാൻഡിൽ ബാറെ കുറച്ചുകൂടി അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് റൈഡിങ് കിട്ടുന്നുണ്ട് പഴയ വണ്ടിയേക്കാളൊക്കെ. അപ്പോൾ അതിൽപ്പെടുന്നൊരു വാഹനമാണ് ഹണ്ടർ. അപ്പം ടൈറ്റ് പിന്നെ ബഡ്ജറ്റിലാണെങ്കിൽ വണ്ടി എടുക്കുന്നതെങ്കിൽ ഒരു 2 ലക്ഷത്തി സംതിങ് മാത്രം വില വരുന്ന ആ ഒരു വണ്ടി, 2 ലക്ഷത്തിൻ്റെ അടുത്ത് മാത്രം വില വരുന്ന വണ്ടി ഹണ്ടർ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് 350 ആണ്. ബുള്ളറ്റ് 350 സ്റ്റാൻഡേർഡ് പഴയ റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ടാങ്കിൻ്റെ ലൈനും മറ്റേ കാര്യങ്ങളൊക്കെ ഇട്ട് പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു രൂപസാദൃശ്യമുള്ള ഒരു വാഹനം എന്ന നിലക്ക് സ്റ്റാൻഡേർഡും നല്ലൊരു വാഹനം തന്നെയാണ്. ഹണ്ടറിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ റൈഡ് കംഫർട്ട് വരുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പിന്നെ റിലാക്സ് റൈഡിങ് പൊസിഷനുള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡും ടൈറ്റ് 2 ലക്ഷം രൂപ മാത്രം, 2 സംതിങ് മാത്രം വില വരുന്നൊരു വാഹനമാണ്. 2 ലക്ഷത്തി 2 ലക്ഷത്തി പിന്നെ ആ ഒരു സംതിങ് ആണ് വില വരുന്നത്. കറക്റ്റായിട്ട് ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ മാറ്റം വരും. പിന്നെ വരുന്നത് ക്ലാസിക്കാണ്. റോയൽ എൻഫീൽഡിൻ്റെ ബെസ്റ്റ് സെല്ലർ സെഗ്മെൻറ്റിൽ പെടുന്ന സെല്ലിങ്ങിൽ 1-ാം സ്ഥാനത്ത് കിടക്കുന്ന വാഹനമാണ് ക്ലാസിക്. 350 ക്ലാസിക്കിൽ വരുന്നത്. അതൊരു ക്ലാസിക് രൂപകൽപ്പനയുള്ള വണ്ടിയാണ്. പഴയ ക്ലാസിക്കുമായിട്ട് എല്ലാ രീതിയിൽ രൂപസാദൃശ്യമുള്ളൊരു വാഹനം തന്നെയാണ് ക്ലാസിക്. ക്ലാസിക് ഒരു ഓൾറൗണ്ടറാണ്. അത്യാവശ്യം ലോങ് യാത്രയ്ക്ക് പോകാം,
സിറ്റി റൈഡിന് പറ്റും. എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ക്ലാസിക് എന്ന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം. അതുകൊണ്ടാണ് ക്ലാസിക് ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ ആയത്. പിന്നെ ചില ആളുകൾ ലോങ് റൈഡ് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുമാതിരി തന്നെ ഡെയിലി ഒരു 50, 100, 60, 70 കിലോമീറ്ററൊക്കെ ഓടാൻ ഉള്ള ആളുകളാണെങ്കിൽ, 100 കിലോമീറ്ററൊക്കെ ഡെയിലി ഓടാനുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ മെറ്റിയോറാണ്. അപ്പോൾ തണ്ടർബേർഡിൻ്റെ ഒരു വകഭേദമാണ്. തണ്ടർബേർഡിൻ്റെ ഏറ്റവും ഒരു പുതിയ രൂപമാണ് മെറ്റിയോർ എന്ന് പറഞ്ഞ്. അപ്പം മെറ്റിയോർ നല്ലൊരു വണ്ടിയാണ്. അത് 3ാം സ്ഥാനത്താണ് സെല്ലിങ്ങളും എങ്കിലും കൂടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു കംഫേർട്ട് കുറച്ച് പ്രൈസ് വൈസും കുറച്ച് ഹൈ തന്നെയാണ് ആ വണ്ടിക്ക്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജും റൈഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അത് ഒന്നും റോയൽ എൻഫീൽഡ് വേറൊരു വണ്ടിയായിട്ട് 350 സെഗ്മെൻറ്റിൽ വേറെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സെഗ്മെൻറ്റാണ് മെറ്റിയോർ വരുന്നത്. അപ്പോൾ മെറ്റിയോർ എന്ന് പറഞ്ഞാൽ ഈസി റൈഡിങ് പൊസിഷൻ കൊടുക്കുന്നുണ്ട്, റിലാക്സ് റൈഡിങ് കൊടുക്കുന്നുണ്ട്. റിലാക്സ് റൈഡിങ് പൊസിഷനാണുള്ളത്. അപ്പോൾ അതുമാതിരി തന്നെ ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും ബ്രേക്ക് പെഡലാണെങ്കിലും കൂടെ അത് കുറച്ചുകൂടി ഫോർവേഡ് കൺട്രോൾഡ് സിസ്റ്റത്തിലാണ് കൊടുത്തുള്ളതുകൊണ്ട് പില്ലിയൻ റൈഡേഴ്സിന് നല്ലൊരു ബാക്ക് റെസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണ് മെറ്റിയോർ 350. അപ്പം ലോങ് റൈഡിനെ ആഗ്രഹിക്കുന്ന നിങ്ങൾ വണ്ടി എടുക്കുമെങ്കിൽ ലോങ് റൈഡ് സ്ഥിരമായിട്ട് ലോങ് റൈഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം സെലക്ട് ചെയ്യാൻ പറ്റിയ യാതൊരു സംശയവുമില്ല മെറ്റിയോർ തന്നെയാണ്. അതിലൊരു സെക്കൻഡ് ഓപ്ഷൻ വേണ്ട. പിന്നെ അത് കഴിഞ്ഞാലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഗോവൻ ക്ലാസിക്കാണ്. അത് ഒരു സിംഗിൾ വാല്യൂ ഫോർ മണി എന്നൊന്നും പറയില്ല. നമുക്ക് വീട്ടിൽ ഒരു ഫാമിലി യൂസിനോ അല്ല വേറെ ഉപയോഗത്തിനൊന്നും പറ്റില്ല. സിംഗിളായിട്ട് സോളോ റൈഡേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നൊരു വാഹനമാണ് ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞത്. അത് കോസ്മെറ്റിക്കിനുള്ളൊരു ഭംഗിയുള്ള വണ്ടിയാണ്. ഹാൻഡ് ബാർ റിലാക്സ് റൈഡിങ് പൊസിഷനിലാണ് അത് വണ്ടി കൊടുത്തേക്കുന്നത്. അത് ക്ലാസിക്കിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഹാൻഡ്ലിംഗ് പൊസിഷനും സിംഗിൾ സീറ്റിംഗ് ഒക്കെ ഉള്ളൊരു വണ്ടി. പ്രൈസ് വൈസും കുറച്ച് അത്ര പ്രൈസ് കൊടുത്തിട്ട് സിംഗിൾ റൈഡ് വാഹനം വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. വണ്ടി നല്ല വണ്ടിയാണ്. പിന്നെ ഈ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടികളൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ സാധ്യത 100 ആണ്. കാരണം കമ്പാരിറ്റീവ്ലി കുറച്ച് വെയിറ്റ് കുറവാണ് 100 വരുന്നത് കേട്ടോ. ബാക്കിയുള്ള വണ്ടികളൊക്കെ കുറച്ച് കൂടുതലും കുറഞ്ഞ വെയിറ്റ് വരുന്ന 100 ആണ്. അതുകൊണ്ട് കുറച്ചൊരു മൈലേജ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത 100-ലാണ്. പിന്നെ ഈ വണ്ടികളൊക്കെ കുറിച്ച് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇത് ഏതാണ് പെർഫോമൻസ്, ഏതാണ് ടോർക്ക് തരിക, റോയൽ എൻഫീൽഡിൻ്റെ മാത്രം മുഖമുദ്ര എന്ന് പറയും. റോയൽ എൻഫീൽഡ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഗതിയാണ് ലോ എൻഡ് ടോർക്ക്. ആ ലോ എൻഡ് ടോർക്ക് ഏത് വണ്ടിയിലാണ് കൂടുതൽ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും സെയിമാണ്. അതായത് അതിൻ്റെ എല്ലാ വണ്ടിയും ഒരേ എൻജിനാണ് വരുന്നത്. സെയിം എൻജിൻ, സെയിം പെർഫോമൻസാണ്. പിന്നെ വണ്ടിക്ക് 100-ന് കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് മൈലേജും ചെറിയൊരു പിക്കപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നല്ലാതെ എല്ലാ വണ്ടികളും സെയിം എൻജിൻ, സെയിം പെർഫോമൻസാണ് തരിക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും മെറ്റിയോർ ആണെങ്കിലും 100 ആണെങ്കിലും ലോ ആൻഡ് ടോർക്ക് എല്ലാം തന്നെ സെയിമാണ്. എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് ആ ഒരു റൈഡിങ് എൻജിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ എഫക്റ്റാണ് കിട്ടുക. പിന്നെ ഈ വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് ആകെ കിട്ടാവുന്ന ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഹാൻഡ്ലിങ്ങും സീറ്റിംഗ് പൊസിഷനും മാത്രമാണ്. ലോങ് റൈഡിന് പറ്റിയ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മെറ്റിയോർ ആണെന്ന്. അപ്പോൾ ഓൾറൗണ്ടറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല വണ്ടി ക്ലാസിക് ആണെന്ന് പറയാം. സ്റ്റാൻഡേർഡ് എന്നുള്ള വാഹനം ഒരു പഴയ ഒരു റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്ത് ബുള്ളറ്റിൻ്റെ ആ ഒരു പിന്നെ പഴയ രൂപകൽപ്പനയിലുള്ളൊരു വാഹനം ഓർമ്മപ്പെടുത്തലുമായിട്ട് വന്നിട്ടുള്ളൊരു വാഹനമാണ് സ്റ്റാൻഡേർഡ് 350. അതും നല്ലൊരു വണ്ടി തന്നെയാണ്. അതും 100-ഉം ഏകദേശം ഒരേ കാറ്റഗറി, അതായത് കാറ്റഗറി എന്ന് പറയില്ല, ആ ഒരു സെയിം പ്രൈസ് വൈസ് ഏകദേശം സാമ്യമുള്ളൊരു വാഹനമാണ്. അത് രണ്ടും 100 ആകുമ്പോൾ യങ്സ്റ്റേഴ്സും സെലക്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്ക് സ്റ്റാൻഡേർഡ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ക്ലാസിക് എടുക്കാവുന്നതാണ്. ലോങ് റൈഡിനാണ് മെറ്റിയോർ. ഇതാണ് പറയാനുള്ളത്. പിന്നെ റോയൽ എൻഫീൽഡ് അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഞാൻ ഹോണ്ട ഹൈനസ് 350 വണ്ടി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഹോണ്ട ഹൈനസിനെ കുറിച്ച് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും പല ആളുകളും പറയുന്നുണ്ട്. ഹോണ്ട ഹൈനസ് എന്ന വാഹനം റിഫൈൻഡ് എൻജിനാണ്. യാതൊരു സംശയമുള്ളത് റിഫൈൻഡ് എൻജിനാണ്. അതിനേക്കാളും റിഫൈൻഡ് എൻജിൻ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 350 വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ടോർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതേമാതിരി ഗിയർ ഷിഫ്റ്റ് അടിക്കടി ഇപ്പം ട്രാഫിക് കാര്യങ്ങളൊക്കെ റോഡൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ ഹൈവേയിലും എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ തിരക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അടിക്കടി ഗിയർ ഷിഫ്റ്റിംഗ് ഒരു വിഷയം അല്ലാത്തവർക്ക്
ഹൈനസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്കാ റീഫൈൻഡ് എഞ്ചിനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഹൈ സ്പീഡിൽ മാത്രമാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹോണ്ടയുടെ ബ്രാൻഡായ ഹൈനസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ്, ഗിയർ റേഷ്യോ മാത്രമാണ് നമ്മുടെ വിഷയമുള്ളതായിട്ടുള്ളത്. അപ്പോൾ റീഫൈൻമെൻറ്റിലൊക്കെ ഓക്കെയാണ്. ഏതായാലും ഇതിനേക്കാളൊക്കെ എന്ത് തന്നെയാണ് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റോയൽ എൻഫീൽഡ് വാഹനം 2 വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. നിങ്ങൾ ഹൈനസ് എടുക്കാൻ പോകുന്നവർക്ക് റോയൽ എൻഫീൽഡ് ലോ ആൻഡ് ടോർക്ക് ഒന്ന് സ്ലോ സ്പീഡിൽ പോയിട്ട് സ്ലോ സ്പീഡായിട്ട് നിങ്ങൾ നോക്കുക. സ്ലോ സ്പീഡിൽ എങ്ങനെ പോകുന്നുണ്ട്, ഫസ്റ്റ് 5th ഗിയറിൽ എത്രത്തോളം ലോ ആൻഡിൽ പോകാൻ കഴിയുന്നത് നോക്കുക. അതേമാതിരി റോയൽ എൻഫീൽഡ് ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ പിന്നെ റിലയബിലിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാൻ പറയാം, റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോറും നല്ല ലൈഫുള്ള എഞ്ചിനാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് സർവീസ് 90,000 കിലോമീറ്റർ വരെ ഓടിയ വണ്ടികൾ, ഡെയിലി 100+ കിലോമീറ്റർ ഡെയിലി ഓടുന്ന വാഹനങ്ങൾ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളോ കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളോ ഒരു വാഹനത്തിനില്ല. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഹൈനസിനേക്കാൾ കുറച്ചുകൂടെ ഒക്കെ ഒരു പഞ്ച് നമുക്ക് ബുള്ളറ്റിൽ കിട്ടുന്നുണ്ട്. എക്സോസ് നോട്ടും ബുള്ളറ്റ് തന്നെയാണ് നമുക്ക് റോയൽ എൻഫീൽഡ് J സീരീസ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ഹൈനസ് ഞാൻ പറയുന്നു, ഹൈനസ് എന്ന് പറഞ്ഞ വാഹനം നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതിന് യാതൊരു നെഗറ്റീവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒരു വിഷയമല്ല. നിങ്ങൾ ഹൈവേയിലാണ് സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല, 1-2 കിലോമീറ്ററിന് മാറ്റമൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ പിന്നെ ഹൈനസിനെ കുറിച്ച് കുറ്റം പറയാത്ത അറിവില്ലായ്മ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിക്ക് അറിവില്ലായിരിക്കാം, പക്ഷേ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ്. നമ്മൾ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്ന 2 വീലറിൽ മാത്രം ലൈഫ് കഴിയുന്ന ഒരാളാണ് ഞാൻ. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആയാലും 2 വീലർ, ഒരു 350 സെഗ്മെൻറ്റ്, 650 സെഗ്മെൻറ്റ്, ആ ഒരു വാഹന സെഗ്മെൻറ്റ് സ്ഥിരമായിട്ട് ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ റിവ്യൂ എടുക്കാൻ വേണ്ടി മാത്രം 1-2 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ആളല്ല. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. ഏതായാലും നിങ്ങളെ ബോഡിയായിട്ട്, നിങ്ങളെ ബോഡി ലാംഗ്വേജുമായിട്ട് ഫിസിക്കലി നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ ഏതാണോ സുഖം, ഏത് വണ്ടി 1 കിലോമീറ്റർ ഓടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയുക. 4-5 കിലോമീറ്റർ വണ്ടി അങ്ങ് ഓടിക്കുക. കയ്യിൽ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വണ്ടി കൊണ്ട് ലോങ് റൈഡ് പോകാൻ പറ്റുമെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഹോണ്ട വിരോധിയല്ല, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹോണ്ടയ്ക്കുള്ള ഒരു വണ്ടിയുടെ ചെറിയൊരു പോരായ്മ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഹോണ്ട എടുക്കുന്നവർ ഹോണ്ട തന്നെ എടുക്കുള്ളൂ. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് എടുക്കുന്നവർ റോയൽ എൻഫീൽഡ് തന്നെ എടുക്കുള്ളൂ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. 2 ബ്രാൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആരും ഉപയോഗിക്കില്ല. അതിന് എത്ര പോരായ്മകൾ ഹോണ്ടയ്ക്ക് ഉണ്ടായാലും, അതേപോലെ എത്ര തന്നെ പോരായ്മകൾ റോയൽ എൻഫീൽഡ് ഉണ്ടായാലും അവർ ആ ബ്രാൻഡ് മാറാൻ തയ്യാറാവുകയില്ല. അതിന് ആ ബ്രാൻഡിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.